ഹായ് ഹലോ വെൽക്കം ടു ഇന്നത്തെ ഗ്രേറ്റ് എപ്പിസോഡ് ഓഫ് ബി മോട്ടിവേറ്റഡ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. നമ്മൾ പലരും വിചാരിക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് റെസ്ട്രിക്ഷൻസ്, ഓൾസോ ലിമിറ്റ് അവർ ഫൺ ആൻഡ് ഓൾസോ മേക്ക് അവർ ലൈഫ് ഹാർഡർ. നമ്മൾ ഫണ്ണിനെ ലിമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക, അതുപോലെ തന്നെ ലൈഫിനെ ഹാർഡറാക്കുന്ന കാര്യങ്ങളാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. ബട്ട് ഇൻ ട്രൂത്ത് ദ ഡിസിപ്ലിൻ ഇസ് എ ടൂൾ വിച്ച് ഗിവ്സ് പവർ ടു ക്രിയേറ്റ് ദ ലൈഫ് യു വാണ്ട്. ആണോ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്, അപ്പം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ആബിലിറ്റി ഉണ്ടാവൂ. ദാറ്റ് മീൻസ് എല്ലാവരും ക്വിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവും. ജിം റോഹാൻ പറയുന്ന വി മസ്റ്റ് ഓൾ സഫർ വൺ ഓഫ് ടു പെയിൻസ്, ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഓർ ദ പെയിൻ ഓഫ് റിഗ്രറ്റ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഡിസിപ്ലിൻ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ലൈഫിൽ ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഓൾ പ്രോഗ്രസ് ഡിമാൻഡ് ഡിസിപ്ലിൻ ആൻഡ് ഓൾ ഡിസിപ്ലിൻ ഡിമാൻഡ് സാക്രിഫൈസ്. ഏതൊരു ഉയർച്ചക്കും ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണമെങ്കിൽ അത്രമേൽ നമ്മൾ സാക്രിഫൈസ്ഡ് ആയിരിക്കണം. ലൈഫ് ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റൂല. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നാളെ മുതൽ ഞാൻ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഓൾസോ നീഡ് ടു നോ 4 important points. ഫസ്റ്റ് വൺ ഈസ് ഓൾവേസ് വി അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് സ്മോൾ കമ്മിറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കമ്മിറ്റ്മെൻറ്റ്സ് ആയാലും അതിന് വാല്യൂ കൊടുക്കുക. ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറയുന്നുണ്ട്. നാളെ എന്ത് ചെയ്യുന്നുണ്ട്, അലാറം ഞാൻ ഓഫ് ചെയ്ത് ഞാൻ ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാൻ ഉണരുന്നുണ്ട്. അതിലൊരു കാര്യമില്ല. നേരെ മറിച്ച് 6 മണിക്ക് ഞാൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാനത് കൺസിസ്റ്റൻ്റായി കൊണ്ടുപോയി. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകുമ്പോൾ ദാറ്റ് ബിൽഡ് എ ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ്. ദ സെക്കൻഡ് വൺ ഈസ് ലേണിംഗ് ടു പ്രയോറിറ്റൈസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. നമുക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ അത്രമേൽ ആവശ്യമുള്ളത്, അതിനെ നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യാം. അതായത് നമ്മളെ എഡ്യൂക്കേഷൻ, നമ്മളെ റിലേഷൻഷിപ്പ്, ഇതുപോലെ. നെക്സ്റ്റ് ദ തേർഡ് വൺ ഈസ് ബിൽഡ് ദ ഹാബിറ്റ് ദാറ്റ് കസ്റ്റം യുവർ സക്സസ്. അത് നമ്മൾ സക്സസ്സിലേക്ക് എത്തിക്കും, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. നെക്സ്റ്റ് ദ ഫോർത്ത് ഈസ് ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ. അതായത് നമ്മൾ എപ്പോഴും സംതൃപ്തി ഉണ്ടായിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് സംതൃപ്തി ഉണ്ടായിരിക്കണം. എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അത് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിന് പകരം എനിക്ക് അത്ര തന്നെ അറിഞ്ഞല്ലോ, എനിക്കത് മാത്രം കിട്ടിയല്ലോ, ഇതും കിട്ടാത്ത എത്ര പേരുണ്ട്. ആ ഒരു തിങ്കിങ്ങിലോട്ട് നമ്മൾ എപ്പോഴാണോ വരുന്നത്, അപ്പം മാത്രമേ നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ദർ ആർ മോർ വേസ് ആൻഡ് മോർ ടെക്നിക്സ്, ബട്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാനിങ് ഓഫ് ബൈ ഫ്രം ബി മോട്ടിവേറ്റഡ്.